നീണ്ട ഇടവേള അല്ലേ? നീണ്ട ഇടവേള. ഒരാഴ്ചയായി നമ്മളൊരു വേറൊരു ഷോ കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാരും തിരക്ക് കാരണം സ്വരൂപ് ഏതോ ബൈക്കായിട്ട് ഏതോ മല കയറാൻ പോയി. ഞാൻ മൊത്തം ട്രാവലിംഗ് ആയിരുന്നു. സുദീപ് ട്രാവലിംഗ് ആയിരുന്നു. റോബിൻ ബിസി ആയിരുന്നു. ഗണേശൻ ഇന്നും വന്നില്ല. ഗണേശൻ എന്തോ കറണ്ട് പോയ പ്രശ്നങ്ങൾ. ചെന്നൈയിലൊക്കെ നല്ല മഴയാണെന്ന് കേൾക്കുന്നു. അപ്പോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ പോഡ്കാസ്റ്റ്. ഇത്തവണ നമുക്ക് ഒരുപാട് കാര്യം പറയാനില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രിവ്യൂ ഒന്നും ഇല്ല, അതായത് പോസ്റ്റ് മാച്ച് പറയാനൊന്നും ഇല്ല മിഡ് വീക്കിന്റെ. അപ്പോ എല്ലാവർക്കും റിഫ്രഷിംഗ് ആയിരുന്നു തോന്നുന്നു അല്ലെ? ഇന്റർനാഷണൽ ബ്രേക്ക് ഇത്തവണ എനിക്ക് പെട്ടെന്ന് പോയ പോലെ തോന്നി. അത് നമ്മൾ ബിസി ആയി പോയതുകൊണ്ടോന്ന് അറിയില്ല. ഒരു മാച്ചും കണ്ടിട്ടില്ല. ഞാൻ ഇന്റർനാഷണൽ മാച്ചസ് ഒന്നും കണ്ടിട്ടില്ല. സ്വരൂപ് എന്താ പറയുന്നത്? എനിക്കും അതെ, ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ ട്രിപ്പിലായിരുന്നു. അതുകൊണ്ട് ആഴ്ചകളിലെല്ലാം പെട്ടെന്ന് പോയി. ഏറ്റവും കൂടുതൽ നല്ല കമന്റ്സ് കിട്ടിയതാണ് സ്വരൂപ്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിന്റെ ഉന്മേഷത്തിൽ പഴയ മുറിവുകളൊക്കെ മറന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് ഈ വീക്കെൻഡിലെ മാച്ച് നോക്കാം. നോട്ടിംഗ്ഹാം സ്ലോട്ടിന്റെ ഫേവറേറ്റ് ലോങ് ബോൾ. ഓബിനെ പറഞ്ഞോ? എല്ലാ ആഴ്ചയും പറയുന്നു, ഇപ്പോഴും പറയുന്നു, നമ്മള് ലോങ് ബോൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് കോച്ചിന് പോലും അറിയില്ല. കോച്ച് തന്നെ സമ്മതിച്ചിരുന്നുണ്ട്. കളിക്കാൻ പോകുന്നതാണെങ്കിൽ അത് മാത്രം അറിയുന്ന ഒരു ഷോണ്ടേഷും കോമഡി ആയിരിക്കും മിക്കവാറും. പിന്നെ നമ്മളെ മൊത്തത്തിലുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ആയാലും ഈ വരുന്നവർക്കായാലും ഇപ്പൊ സോബോസ്ലായി ആ കൂടെ മര്യാദ കളിച്ചിരിക്കുന്ന സോബോസ്ലായി ആണ്. അവനാണെങ്കിൽ ഇപ്പം ഈ വേൾഡ് കപ്പിന് ഔട്ടായതിന്റെ സങ്കടവും എല്ലാം കൂടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സുദീപ് എന്താണ് ഒരു പോസിറ്റീവ് സ്പിൻ ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ കുറിച്ച്? പോസിറ്റീവ് എന്ന മെയിൻ പോസിറ്റീവ് നമ്മൾ വീണ്ടും കളിച്ചു തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ബ്രേക്ക് ശരിക്കും ആവശ്യമായിരുന്നു. ഇന്റർനാഷണൽ ബ്രേക്ക് പോലെ തന്നെ നമ്മുടെ പ്ലേയേഴ്സിന് ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. ആ ഒരു നല്ലൊരു മൊമെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിറ്റിയുടെ അടുത്തൊരു നന്നായിട്ട് കളിച്ചിട്ടും അടിച്ച് പിടിച്ച് നിന്നിട്ട് പോലും 3-0 തോക്കുക എന്ന് പറഞ്ഞാലേ അത് പെട്ടെന്ന് പ്ലേയേഴ്സിനൊക്കെ ഡൗൺ ചെയ്യണം. അത് നമുക്കൊരു ആവശ്യമായിരുന്നു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും റിഫ്രഷ് ആയി. നമ്മുടെ ഫാൻസും കുറച്ചുകൂടിയൊക്കെ റിഫ്രഷ് ആയി. എല്ലാവരും നല്ല ഒരു പ്രതീക്ഷയോടെ ഈ മാച്ചിലേക്ക് വരിക. വേറൊരു സെറ്റ് ഓഫ് ഗെയിംസ് ആണ് ഇനി വരുന്നത്. ഇനി ഞങ്ങളുടെ ബ്രേക്ക് ഇല്ലാണ്ടുള്ള ഇന്റർനാഷണൽ ബ്രേക്കിന് ബ്രേക്കായി. ഇനി ഞങ്ങളുടെ ബ്രേക്ക് പിടിക്കാണ്ടുള്ള മാച്ചസ് വരാൻ പോണെ. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ഫാൻസും റിഫ്രഷ്ഡ് ആയിട്ട് വരുമ്പോഴാണ് ഇന്ന് സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസിൽ ഫ്ലോറിയൻ വേർഡ്സും ബ്രാഡ്ലിയും ഇൻജേർഡ് ആണെന്ന് വീണ്ടും എനിക്ക് തോന്നുന്നു മറ്റേ ലിവർപൂൾ പ്ലേയേഴ്സിന്റെ ഗ്രൂപ്പിൽ മെസ്സേജും വന്നെന്ന് പറഞ്ഞു. സപ്പോസ് ലൈക്ക് റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. എന്താണ് നമുക്ക് ലൈനപ്പിലേക്ക് പോവാം. ഗുഡ് ന്യൂസിൽ നമുക്ക് തുടങ്ങാം. ആലിസൺ ഇസ് ബാക്ക് അല്ലേ? ആലിസൺ ആഫ്റ്റർ 1.5 months, but Mama did well. But when you look back at all the goals we conceded, I think some of those goals Alisson would have saved. At the same time, Haaland penalty Alisson may not have saved. So നമുക്ക് പഴയതും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ മറന്നു കഴിഞ്ഞാൽ ഈ കളി ആസ് എൻ ഐസൊലേഷൻ, what do you think? What are our chances? What is the lineup? We'll start with the lineup. So Alisson എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ് ബാക്ക് is a big issue. Bradley is out, Frimpong is out, Gomez slot said he is not fit, fully fit. ഈ വർഷത്തിൽ തന്നെ I mentioned 2 കളി അങ്ങനെ 90 minutes കളിച്ചിട്ടുള്ളൂ. Even then ഈ വീക്ക് he missed training as well. സോ അതും ഇല്ലാന്നുള്ള പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയാനുള്ളത് ഇറ്റ്സ് സോബോസ്ലൈ. പക്ഷെ വി വാണ്ട് ഹിം ഇൻ ദ മിഡ്ഫീൽഡ്. അതും കഴിഞ്ഞ് പിന്നെ 1 2 3 4 കഴിഞ്ഞില്ല, 5ാമത്തെ ഓപ്ഷൻ ആയിട്ട് എന്നുള്ളതാണ് റൈറ്റ് നൗ ഇറ്റ്സ് ഐദർ ജോൺസ്. പക്ഷെ ഇതിൽ പറയാത്തൊരു പേര് ആൻഡ് ഐ എക്സ്പെക്ട് ഹിം ടു പ്ലേ ഇസ് കാൽവിൻ റാംസി. There is an outside chance that he might play. Endo സ്ലോട്ട് സമ്മതിക്കാൻ ചാൻസ് കുറവല്ലേ? ഓക്കെ, ഐ തിങ്ക് ഈ ലൈനപ്പിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള വിഷയം തന്നെ റൈറ്റ് ബാക്ക് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് റെസ്റ്റ് ഓഫ് ദ ടീം പിക്സ് ഇറ്റ് സെൽഫ്. കാരണം മെക്കാലിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല.
അല്ലെ മെക്കാലിസ്റ്റർ ഇന്റർനാഷണൽ കഴിഞ്ഞ സോബോസ്ലയോ കേർട്ടിസ് ജോൺസോ ആണ് റൈറ്റ് ബാക്ക് കളിക്കുന്നതെങ്കിൽ മെക്കാലിസ്റ്റർ ഹാസ് ടു സ്റ്റാർട്ട്. നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ബട്ട് അതല്ല റാംസി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ the only change I would think from the entire front line would be McAllister out and Johnson. Converts anyways is out, Gakpo is in. വേറെ ഓപ്ഷൻസ് ഇല്ല, കഴിഞ്ഞു. ഉള്ള ഓപ്ഷൻസ് എല്ലാം will play. അവിടെയാണ് നമ്മളൊരു ബിഗ് ബൂസ്റ്റ് എന്ന് പറയാനുള്ളത്. ഇസാക്ക് ഇസ് ബാക്ക്. So Ekitike need not play 90. He may not start, but I think he'll get 30 minutes. I think, and പുള്ളിനെ ലാസ്റ്റ് ഗെയിം കളിപ്പിക്കാത്തത് ഓൾസോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫിറ്റ്നസ്. അതായത് ഇഞ്ചേർഡ് അല്ല, ബട്ട് they want him to. യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു ആക്ച്വലി. സോ they didn't want to risk him. കാരണം യെല്ലോ കാർഡ് കിട്ടിയാൽ he cannot play the next one എന്നുള്ളത് ആയിരുന്നു for them. So fair enough. Okay. So സ്വരൂപ പറ, എന്താണ് എങ്ങനെയാണ് നമ്മൾ ഷോൺ ഡൈഷിന്റെ ലോങ് ബോൾ കൗണ്ടർ ചെയ്യാൻ പോകുന്നത്? അല്ലെ, ഇപ്പൊ ഇസാക്കിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്കിന് തൊട്ട് മുമ്പ് നമ്മള് സിറ്റിയോട് തോറ്റ് കഴിഞ്ഞിട്ട് പുതിയൊരു നെറേറ്റീവ് ഇതായിരുന്നു, ഇനി 2 സ്ട്രൈക്കേഴ്സിനെ വെച്ച് നമ്മൾ ഫോർമേഷൻ ചേഞ്ച് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ വിറ്റ് നോക്കുന്നത്. 2 പേരും അവൈലബിൾ ആണെങ്കിൽ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യോ? കാരണം ഈ ബ്രേക്കില് മാച്ച് ഒന്നും കണ്ടില്ല, പക്ഷെ ട്വിറ്ററിലൊക്കെ എക്കിറ്റിക്കന്റെ കുറച്ച് ഹൈലൈറ്റ്സ് കണ്ടു. ഒരു ഗോൾ ഉണ്ട് അതിനകത്ത്. മൈ ഗോഡ്, ഐ തിങ്ക് ഹി ഈസ് ശരിക്കും നമ്മൾ സീസണിനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ എക്കിറ്റിക്കാണ്. കാരണം ഹി മേ നോട്ട് ഹാവ് സ്കോർഡ് ദാറ്റ് മെനി ഗോൾ സ്റ്റാർട്ടിംഗിൽ അടിച്ച പോലെ, ബട്ട് ഇസാക്കിനെ സൈൻ ചെയ്ത് ഇസാക്ക് ഇഞ്ചേർഡ് ആവുന്ന ടൈമിൽ നമുക്ക് ആസ് എ സീനിയർ പ്ലെയർ പോലെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആയിട്ട് ഓൾറെഡി എക്കിറ്റിക്ക് മാറിക്കഴിഞ്ഞു. കാരണം നമുക്ക് ശരിക്കും 2 സ്ട്രൈക്കറെ സൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ കിയേസിനെ കൊണ്ട് ഇത്ര നേരം കളിക്കേണ്ടി വന്നേ. ഓർ എനി അതർ ന്യൂ സ്ട്രൈക്കർ ആണെങ്കിൽ സെറ്റിലിംഗ് ഇൻ ടൈം, വേർഡ്സ് പോലെയോ ഒക്കെ കർക്കേസ് പോലെ സെറ്റിൽ ആവാത്തൊരു സ്ട്രൈക്കർ ആണെങ്കിൽ പെട്ടുപോയനെ. അപ്പോൾ ഹൗ ഡിഡ് വി ഫൈൻഡ് ഹിം ആൻഡ് ഹൗ ഡിഡ് വി do the deal? I think big kudos to Hughes and whoever. അല്ലേ സുദീപ്? അതെ ഡെഫിനറ്റ്ലി. ആ ഗോള് ഒരു പ്രത്യേകത ഉള്ളത്. ആ ഗോളിന്റെ ഒരു പ്രാധാന്യം എനിക്ക് തോന്നിയത് വേറെ ഇസാക്കിന്റെ കൂടെ കളിക്കാൻ പറ്റുന്നുള്ള എന്റെ ഒരു ഇതും കൂടിയാണ്. കാര്യം ആ സെന്ററിൽ നിന്നാണ് ആ ബോൾ എടുത്തത്. അതൊന്ന് വെച്ച് ഓടി അവിടെ എംബാപ്പെ ആയിട്ട് ഇതേ എംബാപ്പെ ചെയ്ത അതേ സ്ഥാനം ഇസാക്കിനും ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അവര് ഒരുമിച്ച് കളിക്കാൻ പറ്റും എന്നുള്ളതിന്റെ അത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഈ സൈനിങ്സ് അത്രയും കെയർഫുള്ളി എന്ത് ടാക്ടിക്സിന് വേണ്ടിയാണ് ഇവർ ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു. ആ കളി ശരിക്കും പ്രൂവ് ദാറ്റ് എക്കിറ്റിക്ക് ക്യാൻ പ്ലേ ഓൺ ദ ലെഫ്റ്റ്. പുള്ളിക്ക് ലെഫ്റ്റിൽ കളിക്കാൻ പറ്റും, ബട്ട് ഇറ്റ് മേ നോട്ട് ബി യുവർ ട്രഡീഷണൽ ലെഫ്റ്റ്. ബട്ട് ഗാക്പോം ട്രഡീഷണൽ ലെഫ്റ്റ് അല്ല. അപ്പോ അതാണ് ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറ്റും. പക്ഷെ ഈ ടു അറ്റ് ദ ഫ്രണ്ട് 2 സ്ട്രൈക്കേഴ്സ് കളിക്കുമ്പോൾ ഒരാള് ഡെഫിനറ്റ്ലി ലെഫ്റ്റ് സൈഡിലേക്ക് വരാം, മറ്റുള്ള റൈറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോർമേഷൻ കൂടിയാണല്ലോ അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4-2-2 ഒരു നാരോ 2 ഉള്ള ഒരു സ്റ്റൈല്. അപ്പൊ എനിക്ക് തോന്നുന്നത് കിറ്റേക്ക് അവിടെയും കളിക്കാം, ഗാക്പോ കളിക്കുന്ന പോലെ താഴെയും കളിക്കാം, അപ്പ് ഫ്രണ്ട് അവിടെയും കളിക്കാം, ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോ 2 പേരും കൂടി ഒരുമിച്ച് കളിക്കണതാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാം. ലെഫ്റ്റ് ബാക്ക് ഹൂ വുഡ് യു സ്റ്റാർട്ട്? കാരണം റോബോ അടുപ്പിച്ച് കളിച്ചോണ്ടിരിക്കുക, ഇന്റർനാഷണൽ കളിക്കുന്നു. Robo is not, I mean, technically injured, not injured out, but he has some niggle and he didn't train. Kirkus ഇപ്പോഴത്തെ ഒരു സ്റ്റൈലില് നന്നായിട്ട് നമ്മ ഇന്റർനാഷണലില് ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചെയ്യണ്ടായിരുന്നു ആ ഒരു ക്രോസ് ചെയ്തതിന്റെ. നല്ല അറ്റാക്കിംഗ് ഒരു ഇതിലൂടെ കളിക്കുന്നുണ്ട്. നമ്മള് കുറച്ച് കളികളായിട്ട് ഇപ്പൊ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ എന്ന് പണ്ടത്തെ പോലെയല്ല, നമ്മള് കുറച്ചുകൂടി വിങ്ങിൽ കൂടെ കയറി വരുന്നതാണ്. ആ സിസ്റ്റമാണ് ഇപ്പൊ കളിക്കണത്. ഗർക്കസിന് പെർഫെക്റ്റ് ആണ് ഇപ്പൊ കളിക്കുന്ന സിസ്റ്റം. ഗർക്കസ് ആദ്യത്തെ മാച്ചുകളിലെ പോലെ ഒന്നും ആവില്ല നീ നമ്മുടെ ഈ ലൈനപ്പിലേക്ക് തിരിച്ചു വരുമ്പോ. റോബോ ചെയ്യുന്ന പോലെ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് പറ്റും ഗർക്കസിന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഗർക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഗർക്കസ് സ്റ്റാർട്ട് ചെയ്ത് ആ രീതിയിൽ കളിക്കാൻ തുടങ്ങിയ റോബോക്ക് വീണ്ടും ലൈനിൽ ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വരാൻ കുറച്ച്
ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ലെഫ്റ്റ് ബാക്കിലെ പ്രോബ്ലം നമുക്ക് ലെഫ്റ്റ് ബാക്കിൽ പ്രോബ്ലം ഇല്ല, റൈറ്റ് ബാക്കിലാണ് എപ്പോഴും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ പറഞ്ഞ പ്രശ്നം. ഓക്കെ, അപ്പൊ ലൈനപ്പ് ഓൾമോസ്റ്റ് ആലിസൺ, ട്രെൻഡ് വായിൽ അറിയാണ്ട് വരുന്നത്, ആലിസൺ ആ റൈറ്റ് ബാക്ക് ഓവർ പ്ലേ സോബോ ഓർ ലെറ്റ്സ് സേ റാംസേ. വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം അവർക്ക്. വേണമെങ്കിൽ ഗോമസിനെ ഒരു 45 അല്ലെങ്കിൽ 60 മിനിറ്റ്സ് കൊടുക്കുകയും റാംസയ്ക്ക് ഒരു 30 മിനിറ്റ്സ് കൊടുക്കുക, അങ്ങനെ മാനേജ് ചെയ്യാവുന്നതാണ്. കാരണം ഇൻ ഫ്യൂച്ചർ ഈ ഇഞ്ചുറി കൺസേൺസ് റൈറ്റ് ബാക്സിന് ഉള്ളത് കൊണ്ട് റാംസേനെ ഇനി പ്രീമിയർ ലീഗ് ക്വാളിറ്റി മീൻസ് ആ ഒരു ലൈഫ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇടയ്ക്ക് കൊണ്ടുവരാവുന്നതാണ്. As he is fit and back. കഴിഞ്ഞ മാച്ച് കളിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ഡുവൽസേ റാംസെ നന്നായിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ഇതില്. അപ്പോ അതായത് ഗോമസ് ഓൾസോ മേക്ക് സെൻസ് ബിക്കോസ് വി ആർ പ്ലേയിങ് അഗൈൻസ്റ്റ് ഷോൺ ഡാഷ് ടീം. ഹൈറ്റും അതാണ് ഞാൻ പറയാൻ വന്നത്. ബ്ലോക്ക് ആയതുകൊണ്ട് അധികം സ്പ്രിന്റിങ്ങും പേടുന്നും ഉണ്ടാവില്ല. ക്ലിയറിംഗ് യുവർ ലൈൻസ്, സ്റ്റേയിങ്, cutting the crosses, set pieces. So I think the game will be a very dry game, alle oru exciting game avanala sadhyada illa, but we are at home alle. Ade home match aanu. ayഅതുകൊണ്ട് they will let us have the ball and let's see what we can do. ഓവറോൾ ഒരു ഓപ്റ്റിമിസം ഫീൽ ചെയ്യാത്തത് ഐ തിങ്ക് വി ആർ ഓൾസോ നമ്മളൊന്ന് ഡിസ്കണക്ട് ആയി ഈ ഒരു മാച്ചസിന്റെ ഇതിനകത്ത്. അന്ന് വീണ്ടും ഒന്ന് ഒരു കളി തുടങ്ങിയ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അകത്തേക്ക് കയറും. പൊതുവെ ഇന്റർനാഷണൽ ബ്രേക്ക് അൺലെസ് നമ്മളിപ്പം ഒരു എവർട്ടൺ ഗെയിമോ യുണൈറ്റഡ് ഗെയിമോ അല്ല, ഒരു ബിഗ് ഗെയിം അല്ലെങ്കിൽ ഇറ്റ് ടേക്സ് സം ടൈം ഫോർ ഇത്. ഈ മാച്ചിനെ കുറിച്ച് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? എനിത്തിങ് അബൌട്ട് ഷോൺ ഡൈക്കിന്റെ ടാക്ടിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്യൂരിയസ് ആയിട്ട് നിൽക്കണേ. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഈ നമ്മള് കുറച്ച് ആ റയലിന്റെ മാച്ച് ആയാലും അതിനു മുമ്പുള്ള മാച്ചൊക്കെ നമ്മൾ പറഞ്ഞത് പൊസഷൻ ബേസ്ഡ് ടീമായിട്ടുള്ള കളികൾ നമുക്ക് വരാൻ പോവുകയാണ്. അപ്പൊ ആ പീരീഡ് നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇനി ഞങ്ങൾ തിരിയാൻ പോവുക ആ കാര്യം. ഇനി വീണ്ടും ലോങ് ബോൾസ് കളിക്കുന്ന ടീമുകളായിട്ടുള്ള മാച്ചുകൾ വരാൻ പോവുകയാണ്. കാര്യം നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ ഫിക്സ്ചേഴ്സ് ഈസിയാണ്, പക്ഷെ ഈ ഒരു സ്റ്റൈല് ഫുട്ബോളിനെ വീണ്ടും ടാക്കിൾ ചെയ്യുന്ന ഒരു പ്രശ്നത്തിലേക്ക് വരാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഷോൺ ഡൈക്കിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നമ്മള് ഇതിനു മുമ്പ് ഷോൺ ഡൈക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അയാള് ടച്ച് ലൈനിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നിൽക്കുക. അയാള് ബോഡി ലാംഗ്വേജ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തു. അയാള് ഇപ്പോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ വന്നപ്പോ ടോട്ടലി ചേഞ്ച് ആയി. വേറൊരു ആള് എന്തോ കോമഡി പ്രസ് കോൺഫറൻസിൽ ഓരോ സ്ക്രിപ്റ്റഡ് ആണോ എന്താണെന്നില്ല, പുള്ളി ആളാകെ മാറി. പക്ഷെ പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെ കുറച്ച് അങ്ങനെ മാറിയിട്ടില്ല. പുള്ളിക്ക് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ഇതിനു മുമ്പുള്ള ടീമുകളിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നല്ല ടാലന്റഡ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അത് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഡിഫൻസ് ടൈറ്റ് ആക്കുന്നതിനൊപ്പം ഈ പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി നല്ലോണം ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ലോങ് ബോൾസിന്റെ ഒരു എന്തായാലും പുള്ളി അത് യൂസ് ചെയ്യും. അപ്പോ അതെങ്ങനെ സ്ലോട്ടിന് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ ഒരു ഇത്. പറഞ്ഞോ. അതിലേക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ക്രിസ് വുഡ് മിക്കവാറും ഫിറ്റ് ആയിരിക്കും. സോ കഴിഞ്ഞ കുറച്ച് കളി മിസ്സായതാണ്. സോ ഹിം ബീങ് ഫിറ്റ് ഒരു ഡിഫറെന്റ് ഡിമെൻഷൻ വരും. ലോങ് ബോൾസ് ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പൊ മോർഗൻ ഗിബ്സ് വൈറ്റിന് 1-2 ചെയ്യാൻ പറ്റുന്ന ഒരു സോർട്ട് ഓഫ് സ്ട്രൈക്കർ. അപ്പൊ അതും അല്ല ഷോൺ ഡാഷ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു പോസിറ്റീവായ കാര്യമാണ്. നമ്മളിപ്പോ എന്തൊക്കെ പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ടീം മൊത്തം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പുള്ളി വന്ന് ആ ബാക്ക് ഷോറപ്പ് ചെയ്തു. സുദീപ് പറഞ്ഞ പോലെ ഇതുവരെ ഷോൺ ഡാഷിന് ഇത്ര ക്വാളിറ്റി ഉള്ള ഫോർവേഡ്സ് ഒരിക്കലും കിട്ടിയിട്ടില്ല. സോ ബാക്ക് ഷോറപ്പ് ചെയ്ത് പുള്ളി ഒരു ഗോള് കിട്ടിയാലായി എന്ന രീതിയിലാണ് കളിക്കുന്നത്.
പക്ഷെ ഇപ്പം ഹി ഹാസ് ഓപ്ഷൻസ് ടു പ്ലേ. ഹി ഹാസ് നമ്മുടെ എലാങ്ക ഉണ്ട് അവിടെ, ഹി ഹാസ് വുഡ്, ഹി ഹാസ് ഇഗോർ ജീസസ്, ഹി ഹാസ് എലാങ്ക അല്ല, എൻഡോയ്. എലാങ്ക ന്യൂ കാസിലല്ലേ ഇപ്പൊ? അത് ആ സൈനിങ് നടന്നതായിട്ട് നമുക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അവിടെ സ്വീഡനിൽ പോയി അങ്ങനെ ആലോചിച്ച് പോയത്. ഓക്കെ, സോ ഹി ഹാസ് മറ്റവനുണ്ടല്ലോ മോർഗൻ ഗിബ്സ് വൈറ്റ്. So, I mean, he has better players who can create more things. So fully നമ്മളിപ്പോ പണ്ടത്തെ ഷോണ്ടേഷ് ടീമിന് കളിക്കുന്ന പോലെ നമുക്കൊരു 70% പൊസിഷനും സെറ്റ് പീസും മാത്രം നോക്കിയാൽ മതി എന്നുള്ള അവസ്ഥ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഇൻ ട്രാൻസിഷനിലാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ട്രാൻസിഷനിൽ ബോൾ കഴിഞ്ഞ് പോയാൽ ഓടി കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സും അവർക്കുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് വോണ്ട് ബി നമ്മളിപ്പം നമ്മുടെ ആഫ്റ്റർ ദ ഗെയിം എന്തായാലും സ്ലോട്ട് ആണെങ്കിൽ എല്ലാവരും പറയും ദേ പ്ലേഡ് ലോങ് ബോൾ, ദേ പ്ലേഡ് ഫുൾ പോയിന്റ്സ് കിട്ടിയില്ലെങ്കിൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ഫുള്ളി ഒരു ഡിഫെൻസീവ് അപ്രോച്ച് ആയിരിക്കും പുള്ളി എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിവേ ആലിസൺ തിരിച്ചു വന്നുകൊണ്ട് 1-on-1s അങ്ങനത്തെ ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് സ്വരൂപ്, വേറെ സ്വരൂപിന്റെ ടീമിന്റെ കാര്യത്തിലേക്ക് പോയാലോ? എവർട്ടന്റെ കൂടെയാണ് മാച്ച്. എന്റെ ടീമാക്കി അതിപ്പം ബാധ്യതകളൊന്നും വേണ്ട. എനിക്ക് അങ്ങനെയുള്ള ബാധ്യതകളൊന്നും വേണ്ട. അല്ല, ഈ വീക്കെൻഡിലെ ലാസ്റ്റ് ഗെയിം ആണ്. അപ്പോ അത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള മാച്ചസിനെ കുറിച്ച് പറയാം. കാരണം നമുക്ക് ഇത്തവണ റിവ്യൂ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അധികം പറയാനും ഇല്ല സത്യം പറഞ്ഞു. എന്താ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ? എവർട്ടൺ യുണൈറ്റഡ് ഹോം അല്ലേ? അതെ, യുണൈറ്റഡ് ഹോമാണ്. പിക്ഫോർഡ് ഫോമിലാവട്ടെ. പിക്ഫോർഡ് ഫോമിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസീഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം. പിന്നെ എവർട്ടൺ ഇപ്പൊ കഴിഞ്ഞ സീസണേക്കാളിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ എവർട്ടൺ, നമ്മുടെ മോയസിന്റെ എവർട്ടൺ, അതാണ് നമുക്ക് കാണണ്ടേ. അല്ല, എനിക്ക് തോന്നുന്നു എവർട്ടന്റെ മാച്ചസ് എവറി മാച്ചിലും എവർട്ടന്റെ ദേ ആർ ഇൻ ദ ഗെയിം. ദേ ഡോണ്ട് ഗെറ്റ് ഔട്ട്പ്ലേഡ് ഇൻ ദ ഫസ്റ്റ് 30 minutes ആൻഡ് ദെൻ ദേ ചീറ്റ്. അവരിങ്ങനെ നിൽക്കും മാച്ചിൽ. എസ്പെഷ്യലി ഗ്രീലിഷിന്റെ ഫോമും നമ്മുടെ മറ്റവൻ കീൻ ഹാസ് ബീൻ പ്ലേയിങ് വെൽ. സോ മെനി അവർക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിലും പറഞ്ഞു ഡ്രിബ്ലിംഗ് എന്തുകൊണ്ട് കളിക്കുന്ന അറിയില്ല. സ്റ്റാൻഡ് ഔട്ട് നെയിംസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, മേ ബി അപ്പാർട്ട് ഫ്രം ഗ്രീൻലി സ്റ്റാൻഡ് ഔട്ട് നെയിംസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ബട്ട് ദേ ആർ എ ടീം, ദേ ആർ പ്ലേയിങ് ലൈക്ക് എ ടീം. അതെ അതെ അതെ. മോയസ് പണ്ട് മുതലേ ചെയ്യുന്ന പണി തന്നെയാണ്, മേക്കിംഗ് ഷുവർ ദാറ്റ് വാട്ട് എവർ ദേ ഹാവ് ദേ പ്ലേ വെൽ ഇൻ എ സീസൺ. അറ്റ്ലീസ്റ്റ് എന്താ പറയാ, ഒരു റിലേഷൻ അല്ല, സേഫ്റ്റി പോയിന്റ് 40 ലിമിറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, ഒരു 40 point ലിമിറ്റിലേക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എത്തുക ബിഫോർ എവരിബഡി സ്റ്റെപ്സ് അപ്പ്. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ റിലാക്സ്. ആ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പോഴും പോകുന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് കളിയായിട്ട് ഒരു സ്ട്രൈക്കർ ഇല്ലാത്ത തന്നെ പ്രശ്നം അവർക്കുണ്ട്. കാരണം അവർക്ക് ആ ബെറ്റോ വർക്ക്ഔട്ട് ആവുന്നില്ല. മറ്റവനും വിട്ടുപോയി. അവനും അതെ. അപ്പൊ വിഷ് ഐ വാണ്ട് ടു സീ ഡ്രിബ്ലിംഗ് പ്ലേ. ഭാരിച്ച പണികളൊന്നും പറ്റില്ല, ആരെങ്കിലൊക്കെ വേണം. അവന്റെ മുഖത്ത് ഇതുണ്ട്, അവന് വയ്യ. ഓരോ കളി കഴിയുമ്പോഴേക്കും എന്നെ കൊണ്ട് എന്താ പറ്റാത്തെന്നുള്ള എക്സ്പ്രഷൻ. കാരണം അവൻ ആഗ്രഹിക്കുന്നത് എന്നെക്കാട്ടും മോശമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത് ബെറ്റോ. ഐ ആം ഗോയിങ് ഫോർ നമ്മുടെ മാച്ചിന്റെ പ്രഡിക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, നമുക്ക് ലാസ്റ്റ് പറയാം. ആസ് എ ഹോൾ ഐ തിങ്ക് യുണൈറ്റഡ് എവർട്ടൺ, ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഡ്രോ. എന്റെ ഇത് പ്രകാരം ഇറ്റ് വിൽ ബി എ 1-1 or a 2-2 ഡ്രോ. യുണൈറ്റഡ് ജയിക്കും. ഹോം മാച്ച് ആണ്, അവർക്ക് ആ ഒരു മൊമെന്റം എന്തായാലും ഉണ്ടാവും. ഒരു വി ക്യാൻ ഡിഫീറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് എന്തായാലും. സോ ദേ വിൽ പ്രോബ്ലി വിൻ. ഗോള് വാങ്ങാണ്ടൊന്നും തോന്നില്ല. സോ മേ ബി ഒരു 2-1. എനിക്കും അവര് യുണൈറ്റഡ് ജയിക്കുന്ന തന്നെയാണ്. പക്ഷെ യുണൈറ്റഡിന്റെ ഒരു പ്രശ്നമുള്ള സെസ്കോ ഇഞ്ചേർഡ് ആണെന്നുള്ളൂ. സെസ്കോന് ഇന്റർനാഷണൽ ബ്രേക്ക് ഇഞ്ചറി വന്നിട്ടുണ്ട്. അപ്പോ അവരുടെ
എന്നാലും അവർക്ക് ഫോർവേഡ്സ് കുഞ്ഞെന്തോ ഞാൻ പ്രതീക്ഷിച്ച് അത്രയൊന്നും ഒരു ഇതിലേക്ക് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ എംബേബിയാണ് ഇപ്പോഴും അങ്ങനെ കത്തി നിൽക്കുന്ന. ഗോൾസും ഇല്ല, അസിസ്റ്റും ഇല്ല, അങ്ങനെ ഒന്നും അത് അങ്ങനെ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാ നിക്കണേ. എംബേബി നേരെ തിരിച്ചാ. അറിയില്ല, ബ്രൂണോ ഹാട്രിക് ഒക്കെ അടിച്ചു പോർച്ചുഗലിന് വേണ്ടിട്ട്. അപ്പൊ അവര് ആ ഒരു ഇതിലാണ്, നല്ല മൊമെന്റിലാണ് പ്ലേയേഴ്സ് ഒക്കെ. അവര് ജയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2-0 സ്കോർ ലൈനൊക്കെ. ഡേവർട്ടൺ എത്രയൊക്കെ ഇതാണെങ്കിലും അവര് എവേ മാച്ചിൽ അവർക്ക് അത്ര അങ്ങോട്ട് പറ്റാറില്ല ഇപ്പോ ഇതാണെങ്കിൽ തന്നെ. അപ്പൊ എനിക്ക് 2-0 വിന്നായിരിക്കും യുണൈറ്റഡ്. ഞാൻ പറഞ്ഞു ഗോൾ അടിക്കാൻ ആൾക്കാർ കുറവുപോലെ. അതാണ് പ്രശ്നം. അല്ല, ഈ മാച്ച് ഒക്കെ ജയിച്ചേ പറ്റൂ. കാരണം സ്വരൂപിന്റെ പ്രഡിക്ഷൻ ശരിയാവണമെങ്കിൽ ഈ മാച്ച് ഒക്കെ ജയിക്കണം. എന്റെ പ്രഡിക്ഷൻ അല്ല, ഇവരിങ്ങനെ കളിച്ചാൽ നമ്മുടെ ഗതി ഇങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞു. എനിവേ, ബിഗസ്റ്റ് ഗെയിം ഓഫ് ദ വീക്കെൻഡ്, വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് നൗ. ഒന്ന് ഓണാവാൻ വേണ്ടി യുണൈറ്റഡ് ഗെയിം ഞാൻ പറഞ്ഞത്. അപ്പൊ ആർസണൽ വേഴ്സസ് സ്പേഴ്സ്. ആർസണൽ ഡ്രോപ്പിംഗ് പോയിന്റ്സ് ലാസ്റ്റ് ഗബ്രിയൽ ഇഞ്ചുറി, സ്പേഴ്സ് ഡാബി, തോമസ് ഞാൻ പറഞ്ഞു തുടങ്ങി. ഞാൻ കഴിഞ്ഞ ഇതില് പറഞ്ഞുള്ളൂ, എല്ലാരും കണ്ടോന്നറിയില്ല എപ്പിസോഡ്. നമ്മള് മറ്റ് ടീമുകളെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ആഴ്സണലിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇഞ്ചുറീസ് ഒന്നും അവരെ ബാധിക്കില്ല, അവർക്ക് ഫാറ്റിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, സ്കോഡൊക്കെ കിടുവാണെന്നൊക്കെ പറഞ്ഞ് തീർന്നില്ല. ഇന്റർനാഷണൽ ബ്രേക്കില് ഗബ്രിയൽ ഇഞ്ചേർഡ് ആയി, കാലിഫയർ വീണ് കിടക്കണു, ടിംബർ വീണ് കിടക്കണു. അവര് ഡിഫൻസ് മൊത്തം ഇഞ്ചുറി വന്ന പോലെ സംഭവം. വൈറ്റ് ഓൾറെഡി ഇഞ്ചുറി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഇഞ്ചുറി ക്രൈസിസ് ആഴ്സണലിന്. അങ്ങനെ ഒരു ഇതിലാണ് പെട്ടെന്ന് സ്പേഴ്സ് ആയിട്ടുള്ള മാച്ച്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് ഗബ്രിയലാണ് അവരുടെ ഇപ്പൊ ലീഡറായിട്ട് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു. അയാളാണ് ഇപ്പോ ഔട്ട് ഫോർ മന്ത്സ്. അതിന്റെ ഇടയിൽ ഇപ്പോ ഇന്ന് ആർട്ടറ്റ പറയണ കേട്ടു, വീണ്ടും സ്കാൻ ചെയ്യും അടുത്ത ആഴ്ച. എനിക്ക് തോന്നുന്ന മിക്കവാറും കഴിഞ്ഞ സീസണിൽ സക്കയുടെ അടുത്ത് ചെയ്ത പോലെ, സക്ക ഇഞ്ചുറി ആയിരുന്നു, എന്നിട്ട് അതിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാണ്ട് വീണ്ടും കളിപ്പിച്ച് ഇഞ്ചുറി വേഴ്സായി ആകെ പ്രശ്നമായി ഒരു സീസൺ. ഇതേ അനുഭവം തന്നെ ഗബ്രിയലിന് വരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പേടിയില്ല എനിക്ക്, ഞാൻ ആർസണൽ ഫാനല്ല, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഇനി ആ മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം മൊസ്ക്വേറ ഉണ്ട് അവർക്ക്, ഇസ് എ ഗുഡ് ഇനഫ് പ്ലെയർ. ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് പുള്ളിയുടെ വെലൻസിയയിലെ പെർഫോമൻസ് എത്രത്തോളം അതിനേക്കാളും ബെറ്റർ ആണ് ആക്ച്വലി ആർസണൽ. മേ ബി ബിക്കോസ് ദ സെറ്റപ്പ് ഇസ് മോർ ഡിഫെൻസീവ് ആൻഡ് മച്ച് ബെറ്റർ ടീം. ഐ തിങ്ക് ഈ പുള്ളി സലീബയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് ഇൻ ചെയ്ത പോലെ തന്നെ ഗബ്രിയലിന് വേണ്ടി സ്റ്റാൻഡ് ഇൻ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്തിയിട്ട് മതി നന്നായെന്ന് എനിക്കറിയില്ല, പക്ഷെ അതുവരെ പോരാ. അല്ല, അതാണ് കീ. മെയിൻ അറ്റാക്കിംഗ് പ്ലെയർ ആണ് ആഴ്സണലിന്റെ ഇഞ്ചുറി ആയത്. പിന്നെ സ്പേഴ്സിന്റെ കാര്യം എന്താണ്? സ്പേഴ്സ് അവർക്ക് ഇഞ്ചുറി ആവാത്താരല്ല. എന്താ റാൻഡൽ കോളോ മുവാനിയും ടച്ച് ആൻഡ് ഗോ ആണ്. ബർഗ്വാൾ ചിലപ്പോ കളിക്കും, കുഡൂസും മിക്കവാറും കളിക്കൂല, മാഡിസൺ ഇല്ല, സൊലങ്ക ഇല്ല, ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണ്. റൊമേറോ ചിലപ്പം കളിക്കൂല. എങ്ങനെ സുദീപ് എന്താ പറയുന്നുണ്ടായിരുന്നോ? ഇല്ല, സൊളാങ്കെ തിരിച്ചെത്തിയില്ലെന്ന് വെച്ചതാ. സൊളാങ്കെ ഇല്ല, ഫിറ്റല്ല. സോ ഐ തിങ്ക് ഈ ഇത്രയും ഇഞ്ചുറീസ് രണ്ട് ടീമിലും വരുമ്പോൾ പൊതുവേ ദ ഗെയിം വിൽ ഹാവ് ഡിഫെൻസീവ് മിസ്റ്റേക്സ്. അതാണ് കാണേണ്ടത്. ആർസണലിന് ഡിഫെൻസീവ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഡിഫെൻഡിങ് പ്രോപ്പർ ആയിട്ട് കളിക്കാൻ പറ്റുമല്ലോ. ഐ എം ലുക്കിംഗ് ഫോർ ഒരു എന്റർടൈനിങ് ഗെയിം. ഓക്കെ, എനിക്ക് ഒരു എക്സൈറ്റിംഗ് ഒരു I think both teams will concede, and I think Spurs will score first also. I am again going for a
2-2 result. ഞാൻ ആ സ്പേഴ്സ് ടീമിൽ ഒരാൾ ഗോൾ അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മനുഷ്യൻ ഓർമ്മ എന്താ പറയാ, നമ്മള് 2 ഗോൾ എന്നൊക്കെ പറയുമ്പോ ആരും അടിക്കണ്ടേ? ആർസനൽ ഗോൾ അടിക്കാൻ പോകുന്നല്ലോ. ടെല്ലുണ്ടോ? ടെല്ലുണ്ട്. റിച്ചുബായി ഇല്ല. 1-0 for Arsenal probably. ഞാൻ സ്കോർ ഒന്നും പ്രഡിക്റ്റ് ചെയ്യണില്ല, ഞാനൊരു റെഡ് കാർഡ് പ്രഡിക്റ്റ് ചെയ്യാം. അല്ല, 1-0 വരാൻ ഇറ്റ്സ് എ നോർത്ത് ലണ്ടൻ ഡാർബി. അപ്പൊ ബോറിംഗ് ഗെയിം എന്തായാലും ആവില്ല. കാരണം തോമസ് ഫ്രാങ്ക് വിൽ വാണ്ട് ടു വിൻ ദിസ്. ബോറിംഗ് ആവണമെന്നില്ല. ഇഫ് ആർസണൽ സ്കോർ, അവർക്ക് തന്നെ അറിയാം there is no Gabriel in back. പിന്നെ അതുമല്ല ഇറ്റ്സ് സ്പേഴ്സ്. ഫ്രാങ്ക് എന്താ പറയാ, വെരി ഓപ്പൺ ഗെയിം ഒന്നും കളിക്കാനുള്ള ചാൻസ് ഇല്ല. ഹി വിൽ ട്രൈ ടു ബി കാം ഇൻ ദ അപ്രോച്ച്. അവർക്കാണെങ്കിൽ ഗോൾ അടിക്കാനും ആളില്ല. എങ്ങനെ ഗോൾ വീണാ പിന്നെ ഓക്കെ, ഇറ്റ് മൈറ്റ് ബിക്കം എന്റർടൈനിങ്. അതല്ലാണ്ട് ഓബിൻ പറഞ്ഞതിനോട് ഞാൻ ഇതുപോലെ നമ്മള് വേറൊരു ലണ്ടൻ ഡെർബി നമ്മള് ഡിസ്കസ് ചെയ്തു. അതിൽ നിറച്ച് ഗോളുകളൊക്കെ ആയിരുന്നു പറഞ്ഞു, സ്പേഴ്സും ചെൽസിയും തമ്മിലുള്ള മാച്ച്. അതെന്തായിരുന്നു, സ്പേഴ്സിന്റെ XG 0.13 അത്രയൊക്കെ ഉണ്ടായിരുന്നു. അത്രയും മോശം മാച്ചും ആയിരുന്നു. എനിക്ക് അതുപോലെ ഒരു സംഭവം തന്നെയായിരിക്കും ഇത് നടക്കാൻ പോണെന്ന്. ഇത് മിക്കവാറും 0-0 ഡ്രോ ആവാനുള്ള ചാൻസ് ആണ്. ആഴ്സണലിലും ഗോൾ അടിക്കാൻ ആളില്ല, ഇഞ്ചുറി ആയി. ഇവർക്കും ഗോൾ അടിക്കാൻ ആരുമില്ല. മിക്കവാറും 0-0. ഇനി അല്ലെങ്കിൽ ആഴ്സണലിന് ജയിക്കണമെങ്കിൽ വല്ല പെനാൾട്ടി ഒക്കെ വന്ന് സക്ക ഗോൾ അടിച്ച ജയിച്ചു, അത്ര തന്നെയാണ്. അല്ലാതെ ഇതിൽ വേറെ റിസൾട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. ഇത് 0-0 ആണ് എന്റെ പ്രഡിക്ഷൻ. Okay, we go to St. James's Park show again. Newcastle versus City. Title challengers ഇപ്പൊ സിറ്റി ആണ്, നമ്മളല്ല. 4 points off Arsenal. Away at Newcastle. Good team. Bad position in the table. Amazing in Europe. Newcastle ആരാണ് പറയണേ? ന്യൂകാസലും the same issue. നിക് പോപ്പ് കളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗോർഡൻ ചിലപ്പോഴേ കളിക്കൂ, ജോലിംഗ്ടണും ചിലപ്പോഴേ കളിക്കൂ. ഇതൊക്കെ കഴിഞ്ഞ അവർക്കും പ്ലേയേഴ്സ് ഇല്ല അധികം. എനിക്ക് ഈ ഇന്റർനാഷണൽ ബ്രേക്കിലാണെന്ന് തോന്നുന്നു ഇഞ്ചുറീസ് ആർ സ്റ്റാർട്ടിങ് ടു ക്രീപ്പ് ഇൻ. ഈ സീസണിന്റെ ഒരു 1/4 മിഡ് പോയിന്റ് എത്താറാവുമ്പോഴേക്കും ഇഞ്ചുറീസ് വരുന്നു. ആക്ച്വലി ഇനി തൊട്ട് ഈ ടോപ്പിക് മാച്ച് ടോപ്പിക് അല്ലെങ്കിലും സിറ്റിക്ക് ഈ ടോപ്പിക് ആണ്. കാരണം ഹൗ മച്ച് ക്ലബ് വേൾഡ് കപ്പ് വിൽ ഇമ്പാക്ട് ദ സീസൺ ഫോർ ചെൽസി ആൻഡ് സിറ്റി എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അല്ലെ ശരിക്കും. കാരണം ഈ ഒരു ഡിസംബർ ഒക്കെ എത്തുമ്പോഴാണ് പൊതുവെ ഇഞ്ചുറീസും ഫെറ്റീഗും ഒക്കെ കയറി വരുന്ന, അടുപ്പിച്ച് മാച്ച് വരുമ്പോൾ. ആൻഡ് ഐ തിങ്ക് സിറ്റി, ഹാലൻഡ് is fit, he'll play. വേറെ പ്രത്യേകിച്ച് അതിനകത്ത് മാർമോഷും ചെർക്കിയൊക്കെ ഉണ്ട്. ഐ തിങ്ക് സിറ്റി വിൽ വിൻ ദിസ് ഗെയിം ആക്ച്വലി, ബിക്കോസ് സിറ്റി ഹാസ് എ ബെറ്റർ ടീം. ആൻഡ് ന്യൂകാസിൽ ഈ സീസൺ പ്രീമിയർ ലീഗിൽ ഇസ് ലുക്കിംഗ് വെരി വെരി പ്രോബ്ലമാറ്റിക്. കാരണം ന്യൂകാസിലിന് ഇസാക്കിന്റെ 20 ഗോൾ പോയി ടീം. ഇപ്പൊ വോൾട്ടമാടെ വന്നു, വിസ വരണം. ഇനി വിസ വന്നിട്ട് വേണം അവർക്ക് ആ ഗോൾസ് കിട്ടാനായിട്ട്. സ്വരൂപ് എന്ത് പറയുന്നത്? സ്വരൂപ് എവിടോ എത്തിയിട്ടുണ്ട് മനസ്സുകൊണ്ട്. ഞാനിപ്പോ സ്ട്രൈക്കേഴ്സിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ അതിലല്ല, ഞാൻ ആ ജോലിന്റെ ഇഞ്ചുറീസ് ഇല്ലേ, അയാള് സാധാരണ പുള്ളി എപ്പോഴും ഫിറ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ത്രൂ ആയിട്ട് പുള്ളി അവിടെ എങ്ങനെ ഉണ്ടാവും. ഇത് എല്ലാ മാച്ചിലും അയാള് ഇത്തിരി കളിക്കുമ്പോഴേക്കും അയാൾക്ക് പരിക്കുന്നെന്ന് പുള്ളി റിക്കവേർഡ് അല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് മിഡ്ഫീൽഡിൽ തീരെ ബാലൻസ് കിട്ടുന്നില്ല. അവിടെയാണ് ഒരു കൺട്രോളും ഇല്ല കളിയിൽ. സിറ്റി ഇത് ജയിക്കും, സിറ്റി സുഖമായിട്ട് ജയിക്കും. സിറ്റി വിൻ പ്രോബബ്ലി ഒരു ക്ലീൻ ഷീറ്റ് അടക്കം വെച്ചിട്ട് സിറ്റി മൈറ്റ് വിൻ ലൈക്ക് 0-2 0-3-ish. അതാണ് 0-3 പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ഹാലൻഡ് ഈസ് ഇൻ പ്രൈം ഫോം. ന്യൂകാസിൽ ആണെങ്കിൽ PL നേരെ ഓപ്പോസിറ്റും. സിറ്റി ജയിക്കുന്നത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യണത്. സിറ്റി ആ പുതിയൊരു സ്റ്റൈലിലേക്ക് അവര് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു തുടങ്ങി. അവർ ആ മിഡ്ഫീൽഡ് ഭയങ്കര ക്രൗഡഡ് ആക്കിയിട്ടുള്ള ഒരു അപ്രോച്ച് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ന്യൂകാസിലിന്റെ ജോലിംഗ്ടൺ ഒരു കീ പ്ലെയർ ആയിരുന്നു അവിടെ സെൻട്രലിൽ.
ആളില്ല. അപ്പോ മിഡ്ഫീൽഡില് ബാറ്റില് ജയിക്കുക. പിന്നെ ന്യൂകാസിലിന് ഈ പറഞ്ഞ ഒരു ഗോർഡൻ ഒക്കെ പോയ പോലെ അയാളൊക്കെ എന്ത് നല്ല കളിയൊക്കെയാണ്. അങ്ങനെ ഒരു ത്രെറ്റ് ഇല്ലാണ്ട് പോയി ന്യൂകാസിലിനെ. സിറ്റി ആണെങ്കിൽ നേരെ തിരിച്ച് സിറ്റിയില് ആ ചെർക്കിയൊക്കെ ആദ്യം തുടക്കം സീസൺ മിസ്സായി, ഇപ്പൊ കളിച്ചു തുടങ്ങി. അപ്പൊ ഇഞ്ചറിയുടെ പ്രശ്നം അവിടെ, ഫാറ്റിക്കിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല. ഫ്രഷ് പ്ലേയേഴ്സ് വന്ന പോലെ ഫീൽ ചെയ്യാം സിറ്റിയിൽ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നത് അവർ മാനേജ് ചെയ്താണെന്ന് സംശയമുണ്ട്. ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ കുറെ പ്ലേയേഴ്സിനെയൊക്കെ മാനേജ് ചെയ്തതാണോ കുറച്ചുകൂടി, അതൊക്കെ സംശയമുണ്ട്. എനിവേ സിറ്റിക്ക് ജയിക്കാനുള്ള ഒരു ഇത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. സിറ്റി വിൻ. ഫിറ്റായപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് അവരോടായി വന്ന പോലെ. അതെ, റൈറ്റ് ടൈം ഓഫ് ദ സീസൺ ഓൾസോ. ഇനിയാണ് സീസൺ, ഡിസംബർ ആണ്, 8 മാച്ച് ഉണ്ട്. എനിവേ ചെൽസി ബേൺലി എന്താണ്? I think I'm going for a Chelsea win 1-2. Chelsea will win. No. എനിക്ക് തിരിച്ച അഭിപ്രായമുണ്ട്. ബേൺലി ജയിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ആ മാച്ചിൽ. ബേൺലി ഹോം അറിയാം. ബേൺലി ഹോം മാച്ച് ആയതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാര്യം ചെൽസിയുടെ കുറെ പ്ലേയേഴ്സ്, മെയിൻ പ്ലേയേഴ്സ് ഒക്കെ ഈ ഇന്റർനാഷണൽസ് ഒക്കെ കഴിഞ്ഞ് വരിക. നെറ്റോന് പരിക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പാമർ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അതെ, അത് പറഞ്ഞേ, ടോ ഇഞ്ചറി വീണ്ടും വന്നു. 3 മാച്ചും കൂടിയും പുറത്തു പോകും. അപ്പൊ എന്തോ ചെൽസി എവേ മാച്ച് ഐ ഡോണ്ട് തിങ്ക് സോ. ഇന്റർനാഷണൽ ബ്രേക്ക് വന്ന് കഴിഞ്ഞ് വരുന്ന സമയമാണ്. അതെനിക്ക് ബേൺലി ജയിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വേഴ്സ്റ്റ് ഗെയിം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഗെയിം ടൈം അത്. ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളി ഉച്ചക്ക്. എനി അതർ ബിഗ് ഗെയിം ദിസ് സീസൺ ഇല്ല നമുക്ക് കാര്യമായിട്ട്. പറഞ്ഞു ബോൺമത്ത് വെസ്റ്റ് ഹാം. ഐ തിങ്ക് ബോൺമത്ത് വിൽ വിൻ. ബ്രൈറ്റൺ ബ്രെന്റ്ഫോർഡ് വിൽ ബി എ ഗുഡ് ഗെയിം ഫോർ എ നerd. Fulham Sunderland actually will be good. ബ്രൈറ്റൺ ഹോമിൽ തോറ്റിട്ടില്ല. ഹോം മാച്ച് നല്ലതായിരിക്കും. എനിക്ക് ആ ഗോമസിനെ ഓവറോൾ ഐ തിങ്ക് മാച്ചസ് ഉണ്ട്. ലീഡ്സ് ആസ്റ്റൺ വില്ല ഉണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആണ്. ലീഡ്സിന്റെ ഹോമാണ്. ലീഡ്സിന്റെ ആണെങ്കിൽ ഹോമില് നല്ല സക്സസ് ഉള്ള സീസൺ ആണ് ഇത്. അപ്പാർട്ട് ഫ്രം ആർസണൽ, സ്പേഴ്സ് ഒരു ലൂക്ക് വാം എൻട്രി ആണ് പ്രീമിയർ ലീഗ് വീണ്ടും. ഒരു സ്പൈസ് ഇല്ലാത്ത പോലെ. അതാണ് നമ്മളെല്ലാരും ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതിനകത്തേക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാരും ട്രാവലിംഗും പരിപാടിയാണ്. അപ്പൊ നമ്മള് പ്രിവ്യൂ ചെയ്യണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ നമ്മൾ പ്രോമിസ് ചെയ്തതാണ് എല്ലാവർക്കും ചെയ്യും എന്നുള്ളത്. ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു പോയത്. കാരണം ഇറ്റ് ഹസ് ബീൻ hectic for us also, but Monday we will be back with the results. നമ്മുടെ ഗെയിമിന്റെ പ്രഡിക്ഷൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. എന്താണ്? അതിനുമ്പ് ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല. അതിനുമ്പേ അതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്റർനാഷണൽസ് എന്ന് പറഞ്ഞിട്ട് വിട്ടുള്ളൂ. പക്ഷെ അതിൽ നല്ല കീ ആയിട്ടുള്ള 2 ലിവർപൂൾ സെൻട്രിക് കാര്യങ്ങൾ നമ്മുടെ പ്രഡിക്ഷൻ കഴിഞ്ഞിട്ട് റാപ്പ് ചെയ്യാം. അത് പറഞ്ഞ് പറയാം. ഓക്കെ, പ്രഡിക്ഷൻ ഞാൻ അവസാനം പ്രഡിക്ഷൻസ് ഞാൻ ആദ്യം പ്രഡിക്റ്റ് ചെയ്യാം. 2-0 നമ്മൾ ക്ലീൻ ഷീറ്റ് വെക്കും. അലിബൈ ഇസ് ബാക്ക്. I am going for 2-0. ഓക്കെ, ഞാൻ 3-0 വിൻ ആണ് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത്. 3-0 ചാൻസ് ഉണ്ട്. സ്വരൂപിന്റെ പ്രഡിക്ഷൻ ശരിയാവാൻ വേണ്ടിയുള്ള പ്രഡിക്ഷൻ ആണത്? അല്ല, അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഞാൻ ഈ നമ്മുടെ വ്യൂവേഴ്സ് പലരും പറയുന്നത് നമ്മള് ഭയങ്കരമായിട്ട് നമ്മള് പറയണൊക്കെ തെറ്റാണ്. നമ്മളെപ്പോഴും ലിവർപൂൾ ജയിക്കുന്നു പറയുന്നു, അത് തെറ്റുന്നു. അപ്പൊ ഞാൻ ഇത്തിരി കൂടി ലോജിക്കലി ഇപ്പോഴത്തെ നമ്മുടെ പെർഫോമൻസിന് എന്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പ്രൊഡിക്ട് ചെയ്തത്. ഒരുപാട് ഡയലോഗ് ഉണ്ട്. നീ മറ്റേ ഗെയിം കളിക്കണല്ലേ, സൂപ്പർ ബ്രൂ, നമ്മളെ ഒരു പ്രൊഡിക്ഷൻ ഗെയിം ഉണ്ടല്ലോ, സൂപ്പർ ബ്രൂ എന്ന് പറഞ്ഞിട്ട്. അത് നല്ല ഗെയിം ഉണ്ട്. ആരെങ്കിലും കളിക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്ന. നമ്മള് എല്ലാ PL മാച്ചസിന്റെയും
സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതില് ഇവൻ ഈ പറയുന്ന സ്കോർ ഒന്നും ആയിരിക്കില്ല കേട്ടോ അതിലിടുക. 2-2 എന്നൊക്കെ ഇവിടെ വെറുതെ തള്ളണം. അതില് ലിവർപൂൾ ജയിക്കുന്ന സ്കോർ ആയിരിക്കും മിക്കവാറും. ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് കണക്കാക്കി. നമ്മുടെ ജോട്ടയെ കുറിച്ച് റോബർട്ട്സൺ. അതെ 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 അതെ. ഇന്റർനാഷണൽ ബ്രേക്കിന്റെ അന്ന് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി നമ്മുടെ പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സിന്റെ. അതാണ് ഹംഗറിയുടെ മാച്ച് കഴിഞ്ഞപ്പോ സൊബോസ്ലയും കർക്കസും അവര് വേൾഡ് കപ്പിന് പോയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവര് പുറത്തായി. അല്ല, ഇതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷനും കണ്ടു ഇതില്. ഈ ഒരു കളി 1 പോയിന്റ് 2 പോയിന്റ് വളരെ കുറച്ച് പോയിന്റ്സ് ഉള്ള ടീം യുവേഫ നാഷൻസ് ലീഗിൽ നന്നായിട്ട് പെർഫോം ചെയ്തതിന്റെ അതില് അവർക്ക് വേൾഡ് കപ്പിന്റെ പ്ലേ ഓഫ്സിലേക്ക് ഡയറക്റ്റ് കിട്ടി. ഇത്രയും കളി ജയിക്കുക, നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്ത ടീമിന് അത് എലിമിനേഷനും അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട്. അത് അവര് ഹാർട്ട് ബ്രേക്ക്. പക്ഷെ അതേ സമയത്ത് അപ്പുറത്ത് റോബർട്ട്സിന്റെ സ്കോട്ട്ലാൻഡിന്റെ ആ ഒരു ഭയങ്കര രസമുള്ള മാച്ച് ആയിരുന്നു. ഞാൻ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ട്, ഞാൻ ലൈവ് ഒന്നും കണ്ടില്ല. ഈ സ്റ്റോറി എന്താല്ലേ യുണൈറ്റഡ് ഫാൻസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണുമായിരിക്കും ആള് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നെങ്കിൽ വിചാരിച്ചു. അതെ അതെ അതെ. അപ്പൊ റോബർട്ട്സിന്റെ ആ ഇമോഷണൽ ഇത് കഴിഞ്ഞിട്ടുള്ള അത് കണ്ടിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള സ്പീച്ച്, വേൾഡ് കപ്പിന് പോവാൻ പറ്റുകയാണ് എന്റെയും യോട്ടയെ കുറിച്ചിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളും. യോട്ടയെ ഓർത്തു എന്നുള്ളത്, കീപ് ഹിം ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് എന്നുള്ള രീതി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ആ വേൾഡ് കപ്പിന് യോട്ടയ്ക്കും കഴിഞ്ഞ വേൾഡ് കപ്പിന് പറ്റിയില്ല ഇഞ്ചറി കാരണം. അപ്പോ യോട്ടയുടെ ഡിസ്കഷൻ ഒക്കെ വീണ്ടും വന്നു. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ഒരു ഇതുണ്ടായിരുന്നു പ്ലേയേഴ്സിന് ഈ വേൾഡ് കപ്പ് ഇന്റർനാഷണൽ ബ്രേക്കിലെ മാച്ചസ് ഒക്കെ. നമ്മുടെ ഹോളണ്ട് ക്വാളിഫൈ ആയി. ഐ തിങ്ക് മോസ്റ്റ് ടീംസ് ക്വാളിഫൈഡ്. പിന്നെ ഈ വേൾഡ് കപ്പിൽ എത്ര ടീമുള്ളത്? 42 ടീമാണ്. എന്നിട്ടും പറഞ്ഞ പോലെ ബാക്കിയുള്ള ടീമുകളെയും ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്കത് 64 72 എനിവേ എല്ലാരും എല്ലാ മാച്ചും നമ്മൾ കവർ ചെയ്തു. എനിക്ക് തോന്നുന്നു മറ്റേ കലൂര് പോയിട്ട് മെസ്സിയുടെ ഗോളൊക്കെ കണ്ട ഫാൻസ് ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഹാപ്പി ആയി ആഘോഷിച്ചിട്ടുണ്ടാവും. എനിവേ വളരെ ടയർഡായ എപ്പിസോഡ് ആയിരുന്നു ആക്ച്വലി, ബട്ട് ഇറ്റ് വാസ് ഫൺ. ഇറ്റ് വാസ് വെരി ഇൻഫോർമൽ അല്ലേ? നമ്മളിങ്ങനെ നാളെ മാച്ച് തുടങ്ങുമ്പോ സ്വരൂപ് പോണം. നാളെ മാച്ച് തുടങ്ങുമ്പോ എല്ലാരും ഓണാവും. ഫസ്റ്റ് ഡിഫൻസീവ് മിസ്റ്റേക്ക് ആവുമ്പോഴേക്കും കലിപ്പ് കയറും. ഞാൻ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഒന്നും അങ്ങനെ അയക്കാറില്ല, കളി കണ്ടോണ്ടിരിക്കാറുണ്ട്. അപ്പോ എനിത്തിങ് എൽസ്? ഐ തിങ്ക് വി ക്യാൻ റാപ്പ്. ഇറ്റ് വാസ് എ വെരി ഫൺ. പറയാനൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി. നമ്മളെ ലൈനപ്പും ഇഞ്ചറീസ് ഒക്കെ പറയാനേ ഉള്ളൂ. ഇനി മിഡ് വീക്ക് മാച്ചസ് ഉണ്ട്. സോ മൺഡേ വിൽ ഡു ദ റിവ്യൂ. ദെൻ തേഴ്സ്ഡേ നമ്മള് മിഡ് വീക്ക് മാച്ചിന്റെ റിവ്യൂ, വീക്കെൻഡ് മാച്ചിന്റെ പ്രിവ്യൂ എല്ലാം റെഗുലർ ആയിട്ട് പോകുന്നതായിരിക്കും. നിങ്ങളുടെ കമന്റ്സ്, എല്ലാവരും കമന്റ്സ് വായിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് I think we can wrap. Yeah. Right. Yeah.